കഴിഞ്ഞ 19 ദിവസങ്ങളായി വടകര മുനിസിപ്പാലിറ്റിക്കകത്തെയും സമീപത്തെ 8 പഞ്ചായത്തുകളിലെ 202ഓളം വരുന്ന വാർഡുകളിലെ ആയിരക്കണക്കായ പ്രവർത്തകന്മാർ ധന്വന്തരി ഡയാലിസിസ് നിധി സമാഹരണത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകര ജില്ലാശുപത്രിയിലെത്തുന്ന ഡയാലിസിസ് ആവശ്യമുള്ള ഏതൊരാൾക്കും അത് സൗജന്യമായി ലഭ്യമാക്കാൻ ആവശ്യമായ രീതിയിൽ ഒരു നിധി സമാഹരിക്കാനാണ് വടകര ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് മാസം 31-ാം തീയതി വൈകുന്നേരം വടകര IMA ഹാളിൽ വിളിച്ചു ചേർത്ത നിധി സമാഹരണ സംഘാടക സമിതിയാണ് നാളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തത്. ബഹുമാനീയനായ വടകര MPയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രക്ഷാധികാരി, താലൂക്കിലെ 3 MLA-മാരായ CK നാണുവട്ടൻ, KK ലതിക, EK വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ രഞ്ജൻ ടീച്ചർ തുടങ്ങിയവരെ മുഖ്യ രക്ഷാധികാരികൾ, C ഭാസ്കരൻ ചെയർമാനും വൈസ് ചെയർമാനുമാരായി വടകരയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും, ജനറൽ കൺവീനറായി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടും, കൺവീനർമാരായി ശ്രീ എടയത്ത് ശ്രീധരനും TI നാസറും, ഇതിൻ്റെ ട്രഷററായി ശ്രീ നിത്യാനന്ദൻ ആശുപത്രിയിലെ സെക്രട്ടറി, ഭാരവാഹികളായിക്കൊണ്ട് വിവിധങ്ങളായ സംഘടനാ നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന വലിയ ബൃഹത്തായ ഒരു കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്നത്. മുനിസിപ്പൽ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജനപ്രതിനിധികളാണ് വാർഡ് തലം വരെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത്. വാർഡിൽ 40 അധികരിക്കാത്ത വീടുകൾക്ക് ഒരു സ്ക്വാഡ് എന്നുള്ള നിലക്ക് 2000-ലേറെ സ്ക്വാഡുകളാണ് ഇതിനകം 200-ലേറെ ഉള്ള വാർഡുകളിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഓരോ സ്ക്വാഡിലും 4-5 ആൾ മുതൽ 10-40 ആളുകൾ വരെ വീട് കയറി ആളുകളെ ഈ നിധി സമാഹരണത്തിന് പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ആവേശകരമായ പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായി നാട്ടിലെമ്പാടും നടക്കുന്നത്. സമീപകാല സാമൂഹ്യ രംഗത്ത് കാണാൻ കഴിയാത്ത ഏറ്റവും മികവാർന്ന ജനകീയ കൂട്ടായ്മയാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ നിധി സമാഹരണത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ആവേശപൂർവ്വം മുന്നേറുന്ന എല്ലാവർക്കും മാതൃകയായ ഒരു പ്രവർത്തനമാണ് നിധി സമാഹരണത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ കൂട്ടായ്മയെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 27-ാം തീയതി രാവിലെ 7 മണി മുതൽ 9 മണി വരെയുള്ള 2 മണിക്കൂർ സമയം കൊണ്ട് മാത്രം 2000-ലേറെ സ്ക്വാഡുകളും ആ സ്ക്വാഡുകളിൽ ജനങ്ങളെ സമീപിക്കുന്ന 20,000-ലേറെ ജനങ്ങളും കൂടി തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ നിധി സമാഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഡയാലിസിസ് യന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത്ര തന്നെ യന്ത്രങ്ങൾ നൽകാൻ സന്നദ്ധതയുള്ള ആളുകളും നാട്ടിലുണ്ട്. അവരൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതിനുവേണ്ടി ജനങ്ങളാകെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നാട്ടിലാകെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യകരമായ വശം.